നോക്ക്, പറഞ്ഞയക്കുന്നത് ശൈലു, പോകൂ എന്ന് പറയുന്നതാണ് ശിവാനി. ആയിക്കോട്ടെ, ഒന്ന് പോയേ. ഈ ശൈലു പെർഫോമൻസ് അല്ല ചെയ്യ, കഥാപാത്രമായിട്ടേ ജീവിച്ച് കാണിക്കാം. കാത്തിരുന്നു. ദിഗ്വിജയ, ദിഗ്വിജയ, ദിഗ്വിജയ. ഏയ്, എന്തിനെങ്ങനെ കിടന്ന് ഉറക്ക വിളിക്കുന്നത്? ഈ വീട്ടിൽ ആർക്കെങ്കിലും മനസ്സിലായ അത് മതി. അല്ല, നിങ്ങൾക്കൊന്നും ബോധമില്ലേ? ഞാൻ ദിഗ്വിജയൻ തന്നെയാണ്. പക്ഷെ ഇവിടെ എല്ലാരും ധനഞ്ജയനായിട്ടാ എന്നെ കാണുന്നേ. നിന്നെപ്പോലൊരു ചെറിയ പെൺകുട്ടി എന്നെ പേരും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന വീട്ടുകാർക്ക് എല്ലാവർക്കും സംശയമാവില്ലേ? ഈ വീട്ടിൽ വരുന്നതിന് മുൻപ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നല്ലേ ഞാൻ. അത് മറന്നുപോയോ? ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത് ദിഗ്വിജയ. നീ ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നീ എന്താ ഞങ്ങളോട് പറഞ്ഞത്? തൃശൂർ വീട്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ ഞാനുമായിട്ടുള്ള വിവാഹം നടത്തി തരുമെന്നല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? എല്ലാവരും ചേർന്ന് നാടകം കളിക്കണോ? നിങ്ങളുടെ മരുമകൾ മരിച്ചുപോയെന്ന് പറയുന്നു, അവളെ ചിതാഭസ്മം കൊണ്ടുപോകുന്നു, വീണ്ടും അവൾ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ശരി, മരുമകൾ മരിച്ചുപോയെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ പിന്നെ ആരാ ഇവിടേക്ക് വന്നിരിക്കുന്നേ? ആ ചിതാഭസ്മം ആരുടേതാണ്? നോക്ക്, ഇതെല്ലാം കൂടെ ആലോചിച്ച് നിങ്ങളുടെ തല പുകയുന്ന പോലെ എന്റെ തലയും പുകഞ്ഞിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിനൊപ്പം വന്നിരിക്കുന്നത് നിന്റെ മരുമകൾ തന്നെയാണോ? ശരിക്കും നിന്റെ മരുമകൾ തന്നെയാണോ? നീ ഇവൾക്ക് കൊടുത്ത വാക്കിനപ്പോൾ എന്ത് വിലയാണ് ദിഗ്വിജയ? ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും അവൾ എന്റെ മരുമകളായിരിക്കാൻ സാധ്യതയില്ല. ഇനി അഥവാ മരുമകളായിരുന്നെങ്കിൽ തന്നെ എന്നെ കണ്ട ഉടനെ അവളുടെ റിയാക്ഷൻ തന്നെ മാറിപ്പോയനെ. മണ്ടത്തരോ, ശുദ്ധ മണ്ടത്തരോ നിങ്ങളെ പറയുന്നേ. നിങ്ങളുടെ മുഖം ഇപ്പൊ നിങ്ങൾ കണ്ണാടിയിൽ നോക്കാറില്ലേ? നിങ്ങളിപ്പോ ധനഞ്ജയനാണ്, ദിഗ്വിജയനല്ല. അതുകൊണ്ട് അവൾക്ക് നിങ്ങളെ കണ്ടാൽ പ്രത്യേകിച്ചൊന്നും തോന്നാനും സാധ്യതയില്ല. ശരിയാണല്ലോ. എന്റെ ബുദ്ധിക്ക് ഇതെന്താ പറ്റിയത്? ശിവാൻ ഇവിടെ വന്ന ആ ടെൻഷനിൽ ഞാൻ ആരാണെന്ന് പോലും ഇപ്പൊ ശരിക്കും മറന്നുപോയിരിക്കുക. ദിഗ്വിജയൻ എന്ന പേരും ആ രൂപവും കാണുമ്പോ തന്നെ അവളിൽ കോപം ഉണ്ടാക്കും. എങ്കിലതൊന്ന് പരീക്ഷിച്ചേ മതിയാകും. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കി ഞങ്ങളുടെ വിവാഹം നടത്തി തന്നെ മതിയാകൂ. ഇല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ പരീക്ഷണം നേരിടേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ, അത് നിന്റെ ജീവന് പോലും അപകടമാവുന്ന പരീക്ഷണമായിരിക്കും. അതോടുകൂടി പിന്നെ നീ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. സൂക്ഷിച്ചോ. നല്ല സോഫ്റ്റ്, എന്ത് സുഖം. അമ്മായി, ഈ ശൈലുവിന്റെ സ്റ്റൈല് കാരണമല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഈ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ കിട്ടിയത്? ഒന്നും മിസ് ചെയ്യണ്ട, നന്നായിട്ട് എൻജോയ് ചെയ്തോ. ഷോ, എന്തൊരു സുഖമായി ബെഡിനെ നോക്കി. എടി, ഈ ബീഡിയുടെ അത്ര സുഖം ബെഡിന് കിട്ടില്ല. എന്റെ തലയൊക്കെ ചൊറിയുന്നു. എടി, വെറുതെ ചൊറിയല്ലേ, ഇവിടെ ചുറ്റിനും ക്യാമറ കാണും. അയ്യോ, എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യ. വേണമെങ്കിൽ മേലെ മാത്രം ചൊറിഞ്ഞോ, അതാണ് റിയാലിറ്റി ഷോ. സഹിക്കാൻ പറ്റുന്നില്ല. കൈവെള്ളയിൽ വന്ന ഭാഗ്യത്തെ വെറുതെ തട്ടിക്കളയല്ലേ. ഇങ്ങനെ ഒരു അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല. ഓ, ഇതെന്തോന്ന് റിയാലിറ്റി ഷോ ആണോ? എനിക്കാണെങ്കിൽ ഒരു അന്തോ കുന്തോ മനസ്സിലാവുന്നില്ല. അതെ, ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായതുപോലെ ഇരിക്കുന്നതാണ് റിയാലിറ്റി ഷോ. ഇവിടെ ചില മൂദേവികൾ മേധാവികളെ പോലെ സംസാരിക്കും. അപ്പൊ നമ്മൾ ഭൂമിദേവിയെ പോലെ ക്ഷമയോടെ കേട്ടിരിക്കണം. അല്ലേ മോളെ ശൈലു? അമ്മ, അങ്കിൾ, നോ ശൈലു, ഓൺലി ശിവാനി. ചുറ്റും എവിടെ വേണമെങ്കിലും ക്യാമറ ഉണ്ടാവാം. ആരും നമ്മളെ എപ്പോ നോക്കുന്നൊക്കെ
നമുക്ക് പറയാൻ പറ്റില്ല അങ്കിൾ. ഈ വീട്ടിലുള്ള എല്ലാരും കണ്ടായിരുന്നോ? എന്ത് അടിപൊളിയായിട്ടാണ് എല്ലാരും നാച്ചുറൽ ആക്ടിങ് ചെയ്യുന്നത്. നമ്മളും അവരെ ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം. ഷൈലു, ഞാൻ മഹാനടനാണ് മോളെ. അതെ, ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഇവരെയൊക്കെ നമുക്ക് നാടകത്തിൽ ചേർക്കല്ലേ? ഇവരെയൊക്കെ ചേർത്താലുണ്ടല്ലോ നമ്മുടെ നാടകം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. നമ്മുടെ മനസ്സ് നിറയും, നിങ്ങളുടെ കീശയെ നിറയും. എങ്ങനെ? അമ്മായി, നിങ്ങൾ ഏത് ലെവലിൽ വന്നാലും നിങ്ങളുടെ ലെവൽ വിട്ട് ചിന്തിക്കുന്നില്ലല്ലോ. എന്താ മോളെ ശൈലു, അവരുടെ ആക്ടിങ് കണ്ടാലേ അത് നാച്ചുറൽ ആയിട്ട് എങ്ങനെയാ അവരെ പുകഴ്ത്താതിരിക്കുന്നേ? അമ്മായി, ഈ ശൈലുവിന്റെ മുന്നിൽ വെച്ച് വേറൊരാളെ പ്രശംസിക്കുന്നതേ എനിക്ക് തീരെ ഇഷ്ടമല്ല. പ്രശംസയാകട്ടെ ബഹുമാനമാകട്ടെ എന്താണെങ്കിലും അത് ഈ ശൈലുവിന് വേണ്ടി മാത്രമായിരിക്കണം. അയ്യടി മോളെ, ഇപ്രാവശ്യം ഈ ഷോ ടൈറ്റിൽ വിൻ ആവുന്നത് ഞാനായിരിക്കും. ഇപ്രാവശ്യത്തെ ബിഗ് ബ്രദർ ഈ ശൈലു ശൈലു ശൈലു. അങ്കിൾ, Yes, come in. അങ്കിൾ, ഡിന്നർ റെഡി ആയിട്ടുണ്ട്. Dinner? All right. അതെ സിപ്പിടുന്നേ. അമ്മ, ഇയാളും Okay. Come on. നോക്കട്ടെ. Come on. ഗോവിന്ദ, നീ ഊണ് കഴിക്കാൻ വാ. ആദ്യം അവരൊക്കെ കഴിക്കട്ടെ. ധനഞ്ജയ, ഈ ദിവസങ്ങളിൽ നമ്മളാരും മാംസാഹാരം കഴിക്കാറില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ നീ എന്താ? നമ്മൾ കഴിച്ചില്ലെങ്കിൽ എന്താ അമ്മേ? വിശേഷപ്പെട്ട അതിഥികൾ വേറെ ഉണ്ടല്ലോ, അവർക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞത്. ഇനി ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തുനിന്ന് വരുത്താം. വരൂ, ഇരിക്കൂ. ഒന്നും വിളമ്പിയിട്ടില്ലല്ലോ. നിങ്ങൾ പുറത്ത് താമസിച്ചവരല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ വിളമ്പി കഴിക്കൂ. എല്ലാം അവിടെ റെഡിയാണ്. കൃഷ്ണ, ശിവാനി മാംസാഹാരിയല്ല. ഇവൾ ഇതിൽ നിന്ന് മാംസം എന്തെങ്കിലും എടുത്ത് കഴിച്ചാൽ ഇവളൊരു കള്ളിയാണെന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ തന്നെ എടുത്തോളാം. വേണോ? ഇല്ല, എനിക്ക് വേണ്ട. ഞാൻ കഴിച്ചോളാം. എന്താ മോളെ ശിവാനി ഈ ചെയ്യുന്നേ? അല്ല, ചിക്കന്റെ എല്ല് പോലും ബാക്കി വെക്കാതെ മോള് കഴിക്കുകയാണല്ലോ. അയ്യോ, ചിക്കൻ പ്രോട്ടീൻ അല്ലേ? തിന്നു കഴിഞ്ഞാലേ ബോൺസിനൊക്കെ നല്ല ബലം കിട്ടും. അതുമല്ല, മുഴുവനായിട്ട് കഴിച്ചാലേ കോഴിയുടെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ, കൊന്ന പാപം തിന്നാ തീരുമെന്നുള്ളത്? അല്ല ശിവാനി, നീ നോൺ വെജ് സീറോ. ശിവാനി വെജിറ്റേറിയൻ. ശിവാനി നോൺ വെജ് തന്നെയാ. പക്ഷെ ഇത് ശ്രാവണ മാസമാണ്, ഇപ്പൊ നോൺ വെജ് കഴിക്കാറില്ല. അല്ല ശൈലു, ഈ ഗ്രഹിണി പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ നീ ഒരുമാതിരി ഈ ചിക്കൻ കാലൊക്കെ കടിച്ചു പറിച്ച് തിന്നു തീർത്തല്ലോ. ഒരു നാണോ ഇല്ലേ നിനക്ക്? മോളെ ശൈലു, നീ ഇതുപോലെ പെർഫോം ചെയ്തോണ്ടിരുന്നാലേ സ്കോർ ഫുള്ള് ഡൗൺ ആയിട്ട് നെക്സ്റ്റ് വീക്ക് തന്നെ എലിമിനേറ്റ് ആയി പൊക്കോളും. എന്താ മോളെ, എന്തു പറ്റി? അത്
ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയറ്റിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെ. അതെന്താന്ന് വെച്ചാലേ, ഹിമാലയത്തില് ആ സ്വാമിയുടെ ചികിത്സയിൽ ഇരിക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ കൂടെ ഒരു അഘോരി വൈദ്യരുണ്ടായിരുന്നു. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടേ ഇത് കഴിച്ച് ശീലിച്ചു പോയി. അതാ. എനിക്ക് മതിയായി. ചോറ് വേണമെന്നില്ല. എനിക്ക് നല്ല ചൂടുള്ള ഒരു കോഫി കിട്ടുമോ? ശിവാനി, നീ എന്താ കോഫി ചോദിക്കുന്നേ? നീ അതിന് കോഫി കുടിക്കില്ലല്ലോ, പാലല്ലേ കുടിക്കുന്നത്? പാലാ കുടിക്കാറ്. പക്ഷെ ആ സ്വാമി പറഞ്ഞിട്ടേ കോഫി കുടിച്ച് ശീലിച്ചു പോയി. എന്താന്ന് വെച്ചാ അതായത് ഈ ഹിമാലയത്തില് ചെമ്മരിയാടിന്റെ പാല് മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് മാത്രം വെച്ചിട്ട് ഈ കാപ്പി ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അവിടുന്ന് കിട്ടിയതാ ഈ പുതിയ ശീലങ്ങളൊക്കെ. അല്ല, ഹിമാലയത്തിൽ കാപ്പിച്ചെടി വളരില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും 2Gയിലാണല്ലോ. 4Gയിലേക്ക് എപ്പോഴാണ് അപ്ഡേറ്റ് ആകുന്നത്? കാപ്പി കുടിക്കുന്നതിന് കാപ്പിത്തോട്ടം വാങ്ങേണ്ട കാര്യമുണ്ടോ? ചിക്കൻ കഴിക്കുന്നു എന്ന് കരുതി കോഴി ഫാം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ, ശിവാനിക്ക് ഒരു കപ്പ് കോഫി കൊടു. ഭോലനാഥ, സംശയത്തിന്റെ സ്ഥലത്ത് ആകാംക്ഷയാണ് മന്ത്രം. സംശയമകറ്റാൻ സ്നേഹമാണ് മഹാമന്ത്രം. ഭോലനാഥ, എന്ത് ലീലാവിലാസമാണിത്? ഇതെല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നാഗലോകം സ്തബ്ധമാണ്, മൂകമാണ്, അന്ധമാണ്. ഭൂലോകം പ്രക്ഷുബ്ധം. ഭോലനാഥ, സത്യദർശനത്തിന് എന്റെ ജീവിതം ഇനിയും ബാക്കിയാണെന്നോ? എനിക്ക് എന്തിനാണ് ഈ വേഷം? ഞാൻ എന്തിനാണ് ഇനിയും ബാക്കി? പറയൂ നീ വിശ്വനാഥ. നാഗലോകം ഒന്നടങ്കം കൊതിക്കുന്ന ആ സുദിനം എത്രയും വേഗം ദർശനമാക്കൂ മഹാദേവ. ജയ് ഭോലനാഥ. മധു, മധു. എന്താ ചേട്ടാ? മധു തൃശ്ശൂർ വീട്ടിൽ വന്നിരുന്നു അല്ലേ? ഞാൻ നിന്നോടൊരു 100 പ്രാവശ്യം ചോദിച്ചാ, എന്നിട്ട് നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അയ്യോ, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? മധു, വീണ്ടും കള്ളങ്ങൾ ആവർത്തിക്കണ്ട. അവൻ ഈ വീട്ടിൽ വന്നു എന്നുള്ള കാര്യം ഉറപ്പാ. ഒരു കള്ളം മൂടി വെക്കാൻ നീ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞോണ്ടിരിക്കുക. അല്ലെന്നേ, അത് എന്തല്ലെന്ന്? എന്തല്ലെന്ന്? അല്ല ചേട്ടാ, വീട്ടില് തൃശൂലിന്റെ കല്യാണക്കാരിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിലും ബലമായിട്ട് കല്യാണം നടത്തും. അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ പറയാതിരുന്നത്. അതല്ല മധു, തൃശൂൽ ഈ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ശിവാനിയുടെ കൂടെ വന്നിരിക്കുന്നു. എന്താ എന്റെ അർത്ഥം? ഇവളെവിടെയായിരുന്നു ഈ ശിവാനി? ഇപ്പൊ പെട്ടെന്ന് പൊട്ടിപ്പൊളിച്ച് വീണാണോ? ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? അവളുടെ കത്തിക്കരിഞ്ഞ അസ്ഥി കണ്ടത് ഞാനല്ലേ? ആ ചാരത്തിൽ നിന്ന് അവളുടെ ആഭരണങ്ങളും താലിമാലയും എല്ലാം കിട്ടിയിരുന്നു. എന്നിട്ടിപ്പോ അതേ താലി അവളുടെ കഴുത്തില്. എന്താ എന്റെ അർത്ഥം? എന്തോ ആയിക്കോട്ടെ, എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? മരുമകള് വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലേ, അതോർത്ത് സന്തോഷിക്കുക. ചില സമയം നമ്മുടെ മൗനമായിരിക്കും എല്ലാത്തിനും ഉത്തരം. ചിലപ്പോ അത് വഴിയും കാണിച്ചു തരും. എന്നുവെച്ച് വെറുതെ ഇരിക്കാനെന്ന് എന്നെ കൊണ്ടാവില്ല മധു. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പോംവഴി ഉണ്ടായിരിക്കും. അയ്യോ, ഇവൻ എന്തായി കാണിക്കുന്നേ? കിടക്കാൻ പോകുന്നു. ആ, അതെവിടെ? ഈ ബെഡില് തന്നെ. എണീറ്റ് പുറത്തു പോയി കിടക്ക്. അല്ല, ഞാൻ ഇവിടെ കിടന്ന എന്താ പ്രശ്നമുള്ളത്? ഒരുപാട് വർത്താനം പറയുന്ന നിന്റെ തലമണ്ടി അടിച്ച് പൊട്ടിച്ചളയും ഞാൻ. പറഞ്ഞേക്കാം. എണീറ്റ് അവിടുന്ന് എഴുന്നേക്കാം. പോയി പുറത്ത് എവിടെങ്കിലും കിടന്നു. ശൈലു, ശൈലു, നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പോ നിങ്ങള് ശിവാനിയെ പോലെ ആക്ട് ചെയ്യണം, കേട്ടല്ലോ? ഇത് വേറെ ആക്ടിംഗ് അല്ലേ? നിങ്ങൾ അപ്പുറത്ത് കിടക്കും, ഞാൻ ഇപ്പുറത്ത് കിടക്കും. ഓക്കെ അല്ലേ? ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. വാ ശിവാനി, കിടന്നാട്ടെ. ഒരു ചവിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, കിടന്ന് ഉറങ്ങണം പോലും അത്ര. പോയി പുറത്തങ്ങ് പോയി കിടക്കാൻ. എണീക്കാൻ. ആ ശരി, സമ്മതിച്ചു. പാലസ് പോലുള്ള എന്റെ വീട് വിട്ടിട്ട്
ഇതുപോലുള്ള ഒരു സ്ഥലത്ത് വന്ന് കിടന്നുറങ്ങേണ്ടി വന്നല്ലോ എനിക്ക്. ശൈലു, കണ്ടിട്ടുണ്ട് നിന്റെ പാലസ്. ഒരാഴ്ച ഞാനിവിടെ കിടന്നതല്ലേ. എന്താ കളിയാക്കലാണോ? ഒന്നുമില്ല, അത് ഉള്ള കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ശൈലു, അത് എന്താണെന്ന് വെച്ച ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. പുറത്ത് നല്ല തണുപ്പാണേ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. ഓ, ഇവനെ കൊണ്ട് ഞാൻ മനസ്സിലാവില്ല നിനക്ക്. ശൈലു, എന്നെ ഇൻസൾട്ട് ചെയ്ത് ഞാൻ എന്താ ചെയ്യാന്നറിയാലോ നിനക്ക്. നീ ഒരുപാട് കളിച്ചാലുണ്ടല്ലോ, ഞാനേ സെൽഫ് എലിമിനേറ്റ് ആയിക്കോളാം. ശിവനി, ശൈലു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വേറെ എവിടെയും പോയി കിടന്നോളാം, സാരമില്ല. ശൈലു, അല്ലല്ല, അത് വേറെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. ഇനി എന്താണോ എന്തോ. അവിടെ കിടന്നോട്ടെ ഞാൻ. എന്റെ കാൽ കീഴിലല്ലേ? കുഴപ്പമില്ല, കിടന്നു. പക്ഷേ ഒരു കാര്യം, ആ ഭാഗത്ത് തിരിഞ്ഞു കിടന്നോളാം. ഇങ്ങോട്ടെങ്ങാൻ തിരിഞ്ഞു നോക്കിയോ ദിഗ്വിജയ, എന്താ ഈ നേരത്ത്? എനിക്ക് തോന്നുന്നത് വന്നിരിക്കുന്നത് അവന്റെ ഭാര്യയല്ല എന്നാ. നിനക്കെന്താ അങ്ങനെ ഒരു സംശയം? ഞാൻ വന്നതു മുതൽ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരടുത്തിരിക്കുകയാണെങ്കിലും അവർക്കിടയിൽ ഒരു മറയുണ്ട്. എല്ലാവരുടെ മുന്നിൽ അവർ സ്നേഹത്തോടെ ആയിരിക്കാം, പക്ഷേ അവരുടെ ഓരോ നോക്കിലും വാക്കിലുമെല്ലാം വ്യത്യാസമുണ്ട്. അവരുടെ ഇടയിൽ സ്നേഹമൊന്നും കാണാൻ കഴിഞ്ഞില്ല, പകരം പേടിയാണ് കണ്ടത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹത്തിന്റെ മാന്ത്രികതയില്ല, വെറും നാടകം മാത്രം. കണ്ണിൽ കാണുന്നതിനും മനസ്സിൽ തോന്നുന്ന ചിന്തകൾക്കും ചില സമയത്ത് ഒരു ബന്ധം ഉണ്ടാവില്ല കൃഷ്ണേ. ഞാനും അത് തന്നെയാണ് പറയുന്നത്. അവർക്കിടയിൽ യാതൊരു ബന്ധവുമില്ല. അവർ രണ്ടുപേരും കിടക്കുന്ന മുറിയിൽ നമുക്ക് പോയി നോക്കാം. ഇതെന്താണ് ഈ പറയുന്നത്? അതാവശ്യമാണ് ദിഗ്വിജയ. സംശയത്തിന് വഴിയൊരുക്കരുത്. അവരിരുവരും ഭാര്യ ഭർത്താക്കന്മാരാണോ എന്നറിയാൻ അവരെ നിരീക്ഷിച്ചേ മതിയാവൂ. അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ. അതെ ദിഗ്വിജയ, മരിച്ചുപോയവൾ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അവൾ നിന്റെ മരുമകളല്ല എങ്കിൽ പിന്നത് ആരാണ്? എന്തിനാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? എന്താ അവളുടെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തൃശൂലിന്റെ റൂമിൽ പോണം. അവളും തൃശൂലും തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞ മതിയാകൂ. ശരി, നടക്ക്. വേണമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു കളയാം. ആരോ വരുന്ന പോലെ തോന്നല്ലോ. ഓ, മോസ്റ്റ്ലി ഞാനിവനും ഭാര്യയും ഭർത്താവാണോന്ന് ചെക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും.